ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സുകൾ കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് എങ്കിലും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അധികം കൂട്ടുകാരുണ്ട്. അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്. കാരണം രണ്ടുപേര് കൂടി ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ ശ്രമിച്ചു. ആ സംസാരത്തിനിടയിൽ അവർക്ക് വന്ന കുറേ മലയാളത്തിൽ അവർ സംസാരിച്ചത് ഇംഗ്ലീഷിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൽ തെറ്റുണ്ടോ എന്നറിയുവാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നതാണ് അത്. അതിനെ അവർക്ക് വേണ്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്കിലും ഇത് കണ്ട് പിന്നീട് ഇതിൽ നിന്നും പിന്തിരിഞ്ഞ പലരും പിന്നീട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹം ഉള്ളവരും പിന്നെ ഇത് നിർത്തിപ്പോയത് കൊണ്ട് ഇതിനെ ശ്രദ്ധിക്കാതിരുന്നവർക്കും കൂടി വേണ്ടി അവരുടെ സംശയം നമ്മൾ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ കൂടി ഇതൊന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി ആണ് പറയുന്നത് കേട്ടോ. ആദ്യമേ അവർ പറഞ്ഞിടത്തോളം മലയാളമാണ് നമ്മൾ പറയുന്നത്. ആ മലയാളത്തിനെ പിന്നീട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിലാക്കിയാൽ ഉണ്ടായേക്കാവുന്ന ട്രൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എങ്ങനെയായിരിക്കും, അല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ പറയേണ്ടത് എങ്ങനെയാണ് എന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് വേണ്ടി ആദ്യമേ അവരെനിക്ക് അയച്ചു തന്ന മലയാളം തന്നെ നിങ്ങൾക്ക് മുമ്പിലും ഇവിടെ ഞാൻ ബോർഡിൽ കാണിക്കാം. അത് ഒന്ന് നോക്കുക. ഓക്കെ, കമോൺ. ഓക്കെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഇതാണ് അവര് സംസാരിച്ച മലയാളം കോൺവെർസേഷനിൽ അവർക്ക് വന്ന വാക്കുകൾ. ഇതാണ്: എനിക്ക് പോകാൻ സമയമായി എന്നൊരാൾ പറയുന്നു. ആദ്യത്തെ ആള് പറഞ്ഞു, ഇത് ഒന്ന് ശ്രദ്ധിച്ചോണം, ഇത് ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിച്ച നമ്മുടെ ഹയർ സെക്കൻഡറി കഴിഞ്ഞുള്ള കൂട്ടുകാരാണ്. അവര് രണ്ടുപേരൂടെ കമ്പൈൻഡ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആയിരുന്നു എന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാള് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞു. എനിക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അടുത്ത ആള് പറയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ നിർത്താം, നമുക്ക് നിർത്താം, ഇപ്പൊ നമുക്ക് നിർത്തിയേക്കാന്ന് പറഞ്ഞു. അന്നേരം അടുത്ത ആള് പറയാണ്, പതിപോലെ നമുക്ക് നടന്നു പോകാം. പതിപോലെ എല്ലാ ദിവസവും അവര് നടന്നാണ് പോകുന്നത്, അതുപോലെ പതിപോലെ നമുക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞു. അന്നേരം രണ്ടാമത്തെ ആള് പറഞ്ഞു, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് സാധിക്കുകയില്ലെന്ന് പറഞ്ഞു. അത് സാധ്യമല്ല, പുറത്ത് മഴ പെയ്യുന്നുള്ളത് കൊണ്ട് നടന്നു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അന്നേരം അടുത്ത ആള് പറയാണ്, തീർച്ചയായും മഴ പെയ്യുമ്പോൾ നമുക്ക് നടന്നു പോകാൻ സാധ്യമല്ല. നടന്നു പോകണമെങ്കിൽ മഴയില്ലാതിരിക്കണം. മഴ പെയ്യുമ്പോൾ നമുക്ക് നടന്നു പോകാൻ സാധ്യമല്ല എന്ന് പറയുന്നു. അന്നേരം ചോദിക്കുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മഴ പെയ്യുന്നോണ്ട് പോകാനും സമയമായി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്നേരം അടുത്തൊരു കാര്യം പറയുകയാണ്. വേറെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ അവർ പറഞ്ഞു, നമുക്കൊരു ടാക്സി വിളിക്കാമെന്ന്. നമുക്ക് ഒരു ടാക്സി വിളിക്കാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ടാക്സിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാന്ന്. നമുക്ക് ഒരു ടാക്സി വിളിച്ചിപ്പം പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇതാണ് മലയാളം. ഇത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കുവാൻ ആഗ്രഹമുള്ള നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകാർ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നൊന്ന് ശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ ഇംഗ്ലീഷിൽ എഴുതുന്ന ആൻസർ വായിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ദീസ് മലയാളം വേർഡ്സ് ടു ഇംഗ്ലീഷ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു, എന്തിനെങ്കിലും സമയമായി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം എന്ന് ചേർത്ത് പറയണമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെ. ഇറ്റ്സ് ടൈം. എന്തിന്? ഫോർ മീ. എനിക്ക് പോകുന്നതിന് സമയമായി. എന്തിന് പോകുന്നതിന് എന്നുള്ള ടു ഗോ. പോകുന്നതിന് ഒരു വെർബിന് മുമ്പിലെ ടു ചേർത്താൽ അതിന് എന്നർത്ഥം വരുന്നത് കൊണ്ടാണ് ടു ഗോ. ഇതെല്ലാം കൂടെ ചേർത്തപ്പോൾ നമ്മൾ പഠിച്ച ഒരു തെറ്റുകൂടാതെ ഒരു സെന്റൻസ് പറയാറായി. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ. എനിക്ക് പോകുന്നതിന് സമയമായി. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ. അതിന് ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ച അങ്ങനെയാണെങ്കിൽ
അതിന്റെ വേർഡ് ഏതായിരുന്നു? ഇഫ് ഇറ്റ് ഈസ് സോ. ഇഫ് ഇറ്റ് ഈസ് സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് നമ്മൾ കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനമാണ് ലെറ്റ്സ് ചേർത്ത്. ലെറ്റ്സ് സ്റ്റോപ്പ് നൗ. ഇപ്പോൾ നമുക്ക് നിർത്താം. ലെറ്റ്സ് സ്റ്റോപ്പ് നൗ. ഇത് രണ്ടും ഇത്രേ സെറ്റായി നമ്മുടെ ഫസ്റ്റ് കോൺവെർസേഷൻ ക്വസ്റ്റ്യനും. അപ്പൊ ആദ്യമേ പറഞ്ഞ ആളും അതിന് മറുപടി പറഞ്ഞതും ശരിയായി. അതിന്റെ കുറച്ചെന്തോ തെറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സാരമില്ല. ഇറ്റ്സ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ് വിൽ ബി ഓക്കെ വിത്തിൻ നോ ടൈം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, പതിവ് പോലെ എന്ന വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് നമുക്ക് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. എങ്ങനെ? ഗോ ഓൺ ഫുട്ട്. ഗോ ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ, ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ നടന്നു പോകുക എന്നുള്ളതിന് നമ്മൾ പറയായിരുന്നു ഗോ ഓൺ ഫുട്ട്. അതാണ് ലെറ്റ്സ് ഗോ ഓൺ ഫുട്ട്. നമുക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞു. അന്നേരം അതിന് മറുപടി പറഞ്ഞതായിരുന്നു പുറത്തു മഴ പെയ്യുന്നുണ്ടെന്നില്ലേ. അതുകൊണ്ട് പുറത്തു മഴ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്തു മഴ പെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് സാധിക്കുകയില്ല. അത് സാധിക്കുകയല്ല. നമുക്ക് എന്നും പോകുന്നത് പോലെ നമുക്ക് നടന്നു പോകുവാൻ സാധിക്കുകയില്ല. അതിന്റെ കാരണം എന്നാ പറഞ്ഞേ? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്തു മഴ പെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞു. അന്നേരം അതിന്റെ മറുപടി ആയിട്ട് പറഞ്ഞത് ഓഫ് കോഴ്സ്, തീർച്ചയായും. തീർച്ചയായും എന്നതിന്റെ വാക്കാണിത്. നമ്മൾ പഠിച്ച വാക്കുകൾ മാത്രം, അത് ചേർത്ത് മാത്രം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മൾ പരസ്പരം സംസാരിക്കുന്നതാണ്. അതിൽ വരുന്ന തെറ്റുകള് ആ ശ്രമിച്ചയാൾക്ക് പ്രത്യേകം കൺഗ്രാറ്റുലേഷൻസ് പറയുന്നതിനോടൊപ്പം നിങ്ങൾ ഓർത്തോണം, ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. വി കാൻ ഗോ ഓൺ ഫുട്ട് വെൻ ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നടന്നു പോകുവാൻ സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓഫ് കോഴ്സ് വി കാണ്ട് ഗോ. സാധിക്കില്ല. വി കാണ്ട് ഗോ ഓൺ ഫുട്സ്. നടന്നു പോകുവാൻ സാധിക്കില്ല. വെൻ ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇറ്റ് ഈസ്. വെൻ ഇറ്റ് ഈസ് റെയിനിങ്. വെൻ ഇറ്റ്. വെന്ന് കഴിഞ്ഞ് ഇറ്റ് വന്നു. ഈസ് റെയിനിങ്. വെൻ ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ആ സമയത്ത്, അപ്പോൾ. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ, ആ സമയത്ത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഗോ എന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഡു വി ഡു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഡു വി ഡു. നമ്മൾ എന്ത്? ദെൻ അപ്പോൾ. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദെൻ വാട്ട് ഡു വി ഡു. നേരം അടുത്ത ഒരു ഓപ്ഷൻ ആണ് ലെറ്റ്സ് കോൾ എ ടാക്സി. നമുക്കൊരു ടാക്സി വിളിക്കാം. ലെറ്റ്സ് കോൾ എ ടാക്സി. നേരം അടുത്ത ആള് പറയാണ് ഓ അതിന്റെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് ദാറ്റ്. ഓ നോ നീഡ് ഓഫ് ദാറ്റ്. അതിന്റെ ആവശ്യം ഇല്ല. ഏതിന്റെ ആവശ്യമില്ല? ടാക്സി വിളിക്കേണ്ട ആവശ്യം ഇല്ല. എന്ത് ചെയ്യാം? ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? സം മോർ ടൈം. കുറച്ച് സമയം കൂടി ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പം ടാക്സി വിളിച്ച് ഓടിപ്പോകേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇതാണ് ആ മുമ്പേ നമ്മൾ പറഞ്ഞ മലയാളത്തിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഓക്കെ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? Okay, my dear friends, first of all, congratulations for the students, or students means I mean my dearest friends, those who try to speak in English with the words which we have studied already. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ആ സെന്റൻസ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, കൂട്ടുകാർക്ക് ഹൃദയംഗമമായ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി യു ക്യാൻ അറ്റൈൻ അറ്റ് ലാസ്റ്റ് വിതിൻ നോ ടൈം. അധികം താമസിയാതെ, സമയം ഒട്ടും തന്നെ എടുക്കാതെ നിങ്ങൾ ഈ പഠിച്ച വാക്കുകൾ മാത്രം മതി. ആ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ തീർച്ചയായും സാധിക്കും. നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെ
അതിന് ആവശ്യത്തിലധികം ഇപ്പോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ കണ്ടല്ലോ, നമ്മൾ പഠിച്ച വാക്കുകളല്ലാതെ പുതുതായിട്ടൊരു വാക്ക് പോലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടില്ല. നമ്മൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരവസരത്തിൽ നമ്മൾ മറ്റൊരാളുമായി സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് ആ വാക്കുകൾ വെച്ച് നമുക്ക് സോൾവ് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ അല്ലേ? വാട്ട് ഡു യു സേ അബൌട്ട് ദിസ്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, ട്രൈ ടു സ്പീക്ക് ലൈക്ക് ദിസ് ഇൻ യുവർ ഡെയിലി ലൈഫ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ യുവർ relatives or someone who likes to improve their language in English. Okay, see you again in the next class. Till we meet again in the next class. Bye.